അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പനി പിടിച്ചിട്ടുണ്ട്. നല്ല പനിയായിരുന്നു, 2 ദിവസം കുറഞ്ഞിട്ടില്ല ശരിക്കും. ഇതിപ്പം ഈ വീട് എൻ്റെ ആങ്ങളൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ ഒരു പുതിയ വീടാണ്, ഇപ്പോൾ 2 ആഴ്ചയുള്ളൂ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. ഹൗസ് വാമിങ് അപ്പം ഞാനവിടെ പോയപ്പോൾ ഇച്ചിരി മീൻകറിയൊക്കെ വെക്കുന്നുണ്ടായപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അവൻ്റെ ഭാര്യയ്ക്ക് ചെറിയൊരു കാലിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോയതാണ്. അപ്പം ഇവിടെ മറ്റേ വർക്ക് ഏരിയയിൽ ഫുള്ള് മോഡുലാർ കിച്ചൺ ആക്കിയിട്ടുണ്ട്. അതിപ്പം കണ്ടപ്പം ഞാനിതിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ മോന് പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അവൻ പാടുന്നുണ്ട്. സുഖം ഇവിടെ അപ്പോൾ ഉച്ചക്കത്തേക്ക് അവിയലാണ്. അവിയലിൻ്റെ കഷ്ണങ്ങൾ മുരിങ്ങക്കായ, ക്യാരറ്റ്, കുമ്പളങ്ങ ഉണ്ടായി, ചേന, പിന്നെ 2 പച്ചമുളക് ഇട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അവിയലിൻ്റെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മീൻ കഴുകി എടുത്തിട്ട് മീൻ കറി വെക്കണം. അവിയൽ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുന്നുണ്ട്. ഇടയ്ക്ക് അടുക്കി പിടിക്കുന്നുണ്ടാവും. ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ, ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം. മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് അവിയൽ വെന്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഒഴിച്ചാൽ ഇച്ചിരി വെള്ളം കൂടിപ്പോകും, അതുകൊണ്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അപ്പം അടുപ്പിൽ ചട്ടി വെച്ചു. അടുപ്പിൽ മീൻ കറി വെക്കാമെന്ന്. സാധാരണ ഗ്യാസിൽ തന്നെയാണ് വെക്കൽ. മീൻ കറിക്ക് ഞാൻ ചെറിയ ഉള്ളി വാങ്ങിയിരുന്നു. അപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി, 5-8 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും ഇത് ഞാനൊന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടാണ് മീൻ കറിയിലോട്ട് ചേർക്കുന്നത്. സവാള ഇരുന്നതിനേക്കാൾ ചെറിയ ഉള്ളിയാണ് മീൻ കറിക്കൊക്കെ ടേസ്റ്റ്. അപ്പം ഞാനങ്ങനെ ഇടുന്നുണ്ട്. പിന്നെ ഒരു തക്കാളിയും. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതൊന്ന് അതിലോട്ടിട്ടൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. പിന്നെ ഒരു 1/4 കിലോ മീനുണ്ടെങ്കിൽ ഞാനൊരു 3 വലിയ സ്പൂൺ മുളക് പൊടി എടുക്കും. അങ്ങനെ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടിയും ഒരു തക്കാളിയും ഇട്ട് ഇതൊക്കെ മിക്സിയുടെ ജാറിൽ നിന്ന് പേസ്റ്റാക്കി എടുക്കും. അപ്പം കറിക്ക് കൊഴുപ്പ് കിട്ടുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ മീൻ കറി വെക്കുമ്പോൾ മിക്കവാറും ഇങ്ങനെയാണ് ചെയ്യൽ. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് കറക്കിയെടുക്കും. തക്കാളി അതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി അടുപ്പത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസിൽ തന്നെയാണ് കറിയിൽ വെക്കൽ. പക്ഷേ ഇന്നൊരു ഇതിന് വേണ്ടി ഞാൻ വിറകടുപ്പിൽ നമുക്ക് വെച്ച ടേസ്റ്റും ഉണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്. അതുകൊണ്ട് പേസ്റ്റാക്കിയത് ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നുകൂടി വഴറ്റി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പുളിയും, കുടംപുളിയാണെങ്കിൽ ഒരു 2 വലുതിട്ടാൽ മതി. പിന്നെ അവിയലിലോട്ട് തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒതുക്കിയത്, അതായത് തേങ്ങ, വെളുത്തുള്ളി, ചെറിയുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇത്രയും സാധനമാണ് ഞാൻ ഒതുക്കി. ഇത് ഇച്ചിരി കുറച്ചും കൂടി അരയണമെന്ന് തോന്നുന്നു. ഞാൻ ഒതുക്കിയപ്പോൾ ഇച്ചിരി എന്നാലും കൂട്ടാൻ കുഴപ്പമുണ്ടായില്ല. അപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഞാനൊന്ന് മൂടി വെച്ച്. പിന്നെ കടുകും ഇടും കേട്ടോ, അരക്കുന്നതിലോട്ട് കടുക്. പിന്നെ പച്ച വെളിച്ചെണ്ണ മേലെ തൂവി കൊടുക്കും. പിന്നെ അവിയലിന് പുളിക്ക് വേണ്ടി തൈരാണ് ചേർത്തത്. ഒരു 3 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുക. മീനിൻ്റെ അരപ്പ് ഇവിടെ തിളക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് മീനും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവിയൽ റെഡിയായി ഏകദേശം. വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തു. മീനിൻ്റെ കറിയുടെ അരപ്പ് ഇവിടെ ഞാൻ ഗ്യാസിലോട്ട് തന്നെ മാറ്റി. അപ്പം മീനൊക്കെ ഇട്ട് കൊടുത്തു. 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് നല്ലപോലെ തിളക്കണം.
പൊരിച്ചതാണ് അതൊന്ന്